എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ നൂറിനെ അന്വേഷിച്ച് നസീർ വരുന്നത് തന്നെയാണ്. അങ്ങനെ നസീർ നമ്മുടെ ശാരദയുടെ വീട്ടിൽ കയറി പറ്റുകയാണ്. അപ്പോൾ നൂറിനെ ഫസ്റ്റ് കാണുന്നു. അപ്പോൾ നൂറ് പേടിച്ച് നൂറിൻ്റെ കയ്യിൽ നിന്ന് പാലൊക്കെ താഴെ പോകുന്നു, പൊട്ടിപ്പോകുന്നു. ആ സമയത്ത് നൂറ് ശാരദയോട് പറയുന്നു ഇങ്ങനെ നസീർ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ശാരദ പുറത്തെല്ലാം പോയി തപ്പുന്ന സമയത്ത് കാണത്തില്ല. പക്ഷേ ശാരദ ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നസീർ അകത്ത് കയറി പറ്റും. ഇതേ സമയത്ത് വിഷ്ണു ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പം വിഷ്ണു പറയുന്നു നീ ഇവിടേക്ക്, ഞാൻ എന്തായാലും പോകാമെന്ന് പറയുന്നു. അപ്പം ശാലിനി പറയുന്നു എന്തായാലും വീട്ടിലേക്ക് തന്നെ ഫസ്റ്റ് പോകണം, അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് വിഷ്ണുവും യാത്ര തിരിക്കുകയാണ് രാത്രിയിൽ തന്നെ. ഇതേ സമയത്ത് നമ്മുടെ ശാരദയുടെ ഭർത്താവ് ഗോപാലനും രാത്രി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഇതൊന്നും നടക്കുന്നതെന്ന് അറിയാതെയാണ് അയാൾ വരുന്നത്. അങ്ങനെ നസീർ അകത്ത് കയറി നമ്മുടെ നൂറിനെ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നോക്കും. അപ്പം അങ്ങനെ നൂറ് തള്ളി താഴെ ഇടുകയൊക്കെ ചെയ്യും. അതേ സമയത്ത് ശാരദ വന്നിട്ട് കത്തിയും കൊണ്ട് നമ്മുടെ നസീറിനെ കൊല്ലാൻ വേണ്ടി നോക്കും. അപ്പോൾ കത്തി തെറിപ്പിച്ച് നസീർ നമ്മുടെ ശാരദയെ തള്ളി താഴെ ഇടും. ശാരദ ബോധം കെട്ട് വീഴും. അങ്ങനെ നമ്മുടെ നൂറിനെ വീണ്ടും പിടിച്ച് വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ ചവിട്ടും. അത് ഗോപാലനാണ്. അപ്പോൾ ഗോപാലൻ നസീറിനെ അടി കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി കൊടുക്കുന്നു. ഈ സമയത്ത് ഗോപാലൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും നമ്മുടെ നസീർ. ആ സമയത്ത് ശാരദ പെട്ടെന്ന് കണ്ണു തുറക്കുക. അപ്പോൾ കണ്ണു തുറന്ന് ഗോപാലേട്ട എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് പറയും ശാരദ നീ പോകും. അപ്പം നൂറിനോട് പറയും മോള് പോയി അകത്ത് കയറിക്കോളാൻ പറയും. അങ്ങനെ നൂറ് പോയി വാതിലടച്ച് അകത്ത് കയറും. ഇതേ സമയത്ത് നമ്മുടെ ഗോപാലനാണെങ്കിൽ ഈ ഒറ്റ തള്ളു. അങ്ങനെ വീടിൻ്റെ ആ നടുത്തളത്തിലുള്ള ഒരു ഇതിൽ പോയി തലയിടിച്ച് നസീർ വീഴുകയാണ്. അങ്ങനെ നസീർ മരിച്ചെന്ന് തോന്നുന്നു. ആ സമയത്ത് നസീറിൻ്റെ ബാപ്പ വിളിച്ചിട്ട് ചന്ദ്രബോസിനോട് പറയുന്നു ഇങ്ങനെ മകൻ പോയിട്ട് കുറേ 2 മണിക്കൂറായി, ഇതുവരെ അനക്കമൊന്നുമില്ല, എന്താണെന്ന് പോയി അന്വേഷിക്കാൻ പറയാം. അങ്ങനെ ചന്ദ്രബോസും ആ വീട്ടിലേക്ക് വരികയാണ്. വിഷ്ണു വരുന്നുണ്ട്. അപ്പം വിഷ്ണു എത്തുമ്പോൾ തന്നെ ചന്ദ്രബോസും എല്ലാവരും കൂടെ അവിടെ വരികയാണ്. വിഷ്ണുവിനെ കൊടുക്കുക എന്നാണല്ലോ ചന്ദ്രബോസിൻ്റെ ഉദ്ദേശം. അങ്ങനെ വരുമ്പോഴത്തേനും എല്ലാവരും പുറത്തിറങ്ങുന്നു. ഈ സമയത്തിന് മുമ്പ് തന്നെ ഇവർ ഗോപാലൻ ഈ നമ്മുടെ നസീറിനെ ഒരു ചാക്കിലാക്കിയൊക്കെ ഇവിടെ സൂക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഗോപാലനകത്ത് നിൽക്കുന്ന പുറത്തേക്ക് ശാരദയും നൂറും എല്ലാവരും വരുന്നു. ചന്ദ്രബോസ് അപ്പോൾ നമ്മുടെ ചന്ദ്രബോസ് പറയുന്നത് എന്താണ് ഇതൊക്കെ, നീ പെണ്ണെ തട്ടിക്കൊണ്ട് പോകുക. അങ്ങനെ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം നമ്മുടെ വിഷ്ണുവിനെ തലയിൽ കെട്ടിവെക്കുകയാണ്. അപ്പം നസീർ എവിടെയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇവർക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അകത്താണെങ്കിൽ ഗോപാലൻ നിൽക്കുകയും ചെയ്യുന്നു. ഇയാൾ എന്തായാലും ബോസ് എന്തായാലും അകത്ത് കയറി പരിശോധിക്കുമല്ലോ. പരിശോധിക്കുമ്പോൾ ഇതാരാ കൊന്നേന്നും ഒക്കെ വരും. ഇത് ആര് ഈ കുറ്റം ഏറ്റെടുക്കും? എന്തായാലും ഗോപാലനാണ് നസീറിനെ കൊന്നത്. തൻ്റെ മകന് വേണ്ടിയാണ് എന്ന് അയാൾക്കറിയില്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അയാൾക്ക് മനസ്സിലാവും തൻ്റെ മകന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.